കാനഡയിലെ ഇപ്പോഴുള്ള ടെമ്പററി റെസിഡൻസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ വർഷം ഏകദേശം 2 മില്യൺ അടുത്തായിരുന്നു എന്നാണ് കണക്ക്. എന്നാൽ ഈ വർഷം അതിലും കൂടി ഇരിക്കുകയാണ്. നിരവധി പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും പോളിസി ചേഞ്ചസുകളിലൂടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണത്തെ ചുരുക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാനഡയിലെത്തുന്ന വിദേശ തൊഴിലാളികളുടെ, ഫോറിൻ വർക്കേഴ്സിന്റെ എണ്ണത്തെയും നിജപ്പെടുത്തുന്നുണ്ടായിരുന്നു. പല പദ്ധതികളിലൂടെ ടെമ്പററി റെസിഡൻസിന്റെ എണ്ണം 5% ചുരുക്കുവാനുള്ള പല പദ്ധതികളും ഇപ്പോൾ കാർണി സർക്കാർ ആവിഷ്കരിച്ചു വരികയാണ്. എന്നാൽ നിരവധി ആളുകൾ ഇപ്പോൾ ലീഗൽ സ്റ്റേറ്റസ് ഇല്ലാതെ കാനഡയിൽ തുടരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പ്രസ് എൻട്രി ഡ്രോയിൽ ഒരു നല്ല വാർത്തയാണ്. 8,000 പേർക്ക് PR-നുള്ള ആപ്ലിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ നിരവധി ആളുകൾക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. 511 കട്ട് ഓഫ് സ്കോർ. ഇനിയും തുടർന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻവിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധി PNP-യിലൂടെയും അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാമുകളിൽ കൂടെയൊക്കെ നിരവധി പേർക്ക് PR ലഭിക്കട്ടെ. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്നവരൊക്കെ അവരുടെ പഠനമൊക്കെ പൂർത്തീകരിച്ച് അതിനുശേഷം വർക്ക് പെർമിറ്റ് നേടി PR-നുള്ള എലിജിബിലിറ്റി ഒക്കെ നേടി നിൽക്കുന്നവർ നിരവധിയുണ്ട്. 500 അടുത്തുള്ള സ്കോറുള്ളവർ നിരവധിയായിട്ടുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ PR ലഭിച്ചിട്ടുള്ളവർക്കൊക്കെ മുന്നോട്ടുള്ള പഠനം തുടരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നിരവധി ആളുകൾ അവരുടെ ജോലികൾ മാറുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. അതായത് ഇനി വരും 3 വർഷങ്ങളിലുള്ളിൽ പല ജോലി മേഖലകളിലും ചേഞ്ചസ് ഉണ്ടാവും. ആയതിനാൽ പുതിയ പഠനങ്ങളും അതോടൊപ്പം തന്നെ പുതിയ റിസർച്ചുകളും ഒക്കെ ആളുകൾ ചെയ്യുന്നു. കരിയറൊക്കെ കംപ്ലീറ്റ് തന്നെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒത്തിരി ജോലി സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ മേഖലകളിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ മേഖലകളിലൊക്കെ ആണെങ്കിൽ അതിൽ പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ജോലി സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് സാധ്യതകളും കാനഡയിലുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ടെമ്പററി റെസിഡൻസിന്റെ കാര്യം തന്നെയാണ്. ടെമ്പററി റെസിഡൻസ് അല്ലെങ്കിൽ അവരുടെ ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാതെ വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് ലീഗൽ സ്റ്റാറ്റസ് വേണം. പ്രത്യേകിച്ചും SIN നമ്പർ വേണം, വർക്ക് പെർമിറ്റ് വേണം. എങ്കിലൊക്കെയുള്ളൂ പ്രോപ്പറായിട്ടുള്ള ജോലി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിരവധി അക്രമ സംഭവങ്ങളും GTA-യുടെ വിവിധ ഭാഗങ്ങൾ, ഗ്രേറ്റർ ടൊറന്റോ ഏരിയയുടെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. 2026 ആരംഭിച്ചപ്പോൾ തന്നെ ഒരു കാർ ഷോറൂമിൽ നിന്നും, അത് പൂട്ടിയിട്ടിരുന്ന കാർ ഷോറൂമായിരുന്നു, അതിൽ നിന്നും 2 മില്യണിൽ അധികം വില വരുന്ന വണ്ടികളാണ് അവിടുന്ന് മോഷണം പോയിട്ടിരിക്കുന്നത്. അതുമായിട്ട് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതും റിക്കവർ ചെയ്തിട്ടുണ്ട്, എങ്കിലും മോഷണങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയെ തന്നെ ഞെടുക്കിയ ഒരു സംഭവം ഈ ദിവസങ്ങളിലുണ്ടായി. അതായത് സ്കാർബ്രോയിലുള്ള സെയിന്റ് തോമസ് ഫൊറൈൻ കാത്തലിക് ചർച്ചിൽ നിന്നും അവിടെ നിന്നുള്ള വിശുദ്ധ തോമസ് ലീഹയുടെ റിലിക്സ്, അതോടൊപ്പം തന്നെ സക്രാരിയുടെ കീ ഒക്കെ മോഷണം പോയിട്ടുണ്ടായിരുന്നു. അതൊരു ബ്രേക്കിനായിട്ടാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ അടങ്ങുന്ന ന്യൂസാണ് ഈ കാണുന്നത്. എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു ഷോക്കായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പല അക്രമ സംഭവങ്ങളും, പ്രത്യേകിച്ചും നമുക്കറിയാം ബ്രാംപ്ടൺ ഏരിയയിൽ, കാലിഡൻ ഏരിയയിലൊക്കെ അവിടെയുള്ള മുനിസിപ്പാലിറ്റിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പല അക്രമ സംഭവങ്ങളും, പ്രത്യേകിച്ചും ഇന്ത്യൻ ബിസിനസ് ഓണേഴ്സിനെതിരെയും അതുപോലെ തന്നെ ഏഷ്യൻ ബിസിനസ്സുകൾക്ക് എതിരെയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഇപ്പോൾ ഒരു കാറാണെങ്കിലോ അല്ലെങ്കിൽ വീടാണെങ്കിലോ പ്രോപ്പറായിട്ടുള്ള ക്യാമറ, സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ വരുത്തുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. നമുക്ക് മറ്റു വാർത്തകളിലോട്ട് കടന്നു കഴിയുമ്പോഴേക്കും ഈ ദിവസങ്ങളൊക്കെ നല്ല സ്നോ ആയിരുന്നു. പ്രത്യേകിച്ചും 2026 തുടങ്ങിയപ്പോൾ തന്നെ സ്നോ നന്നായിട്ട് ആരംഭിച്ചു. നമുക്കറിയാം ഇത് വിന്റർ സീസൺ ആണ്. ഈ ദിവസങ്ങളിലൊക്കെ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഈ കഴിഞ്ഞ ദിവസം സ്നോ ഉണ്ടായി. GTA-യുടെ പല ഭാഗങ്ങളിലും നല്ല രീതിയിൽ, അതായത് 30 സെന്റിമീറ്റർ അധികം സ്നോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല റോഡുകളൊക്കെ ബ്ലോക്ക് ആയിരുന്നു. എങ്കിലും സ്നോ പ്ലോവിങ് സംവിധാനങ്ങളൊക്കെ വഴി എല്ലാം നോർമൽ ആയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വിന്റർ തുടരുകയാണ്. ടെമ്പറേച്ചർ ഡൗൺ ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ -20 പോയിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ടൊക്കെ വരുന്നവരൊക്കെ നന്നായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നടക്കുക. അതോടൊപ്പം തന്നെ കാർ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലം വരെ പോയി കഴിയുമ്പോഴേക്കും അവിടെ വഴി സൈഡിൽ ഇങ്ങനെ സ്നോ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ വന്നു. അതുപോലെ നമ്മുടെ വണ്ടി ബ്ലോക്കായി പോയി. പിന്നെ ഷവലും പിന്നെ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ സഹകരിച്ചു. അവരൊക്കെ വന്ന് നമ്മുടെ വണ്ടി ഒരു തരത്തിൽ
മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും നമുക്ക് ലോക്കൽ ഹെൽപ്പ് തേടാം. അതോടൊപ്പം തന്നെ CA രജിസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, CAA നോക്കിയാൽ മതി. അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ടോയിങ് സംവിധാനങ്ങളൊക്കെ വരും. പിന്നെ വണ്ടിയിൽ തന്നെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും കരുതാവുന്നതാണ്. ഒരു ഷവല്, പിന്നെ കുറച്ച് സോൾട്ട്, കുറച്ച് മണലിന്റെ ഒരു ബാഗ് ഒക്കെ കരുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു നല്ല ബ്ലാങ്കറ്റും കാര്യങ്ങളും ഒക്കെ കരുതുന്നതും വളരെ നല്ലതായിരിക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇപ്പോൾ വിദേശ സന്ദർശനത്തിലാണ്. അദ്ദേഹം ചൈന സന്ദർശിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ. ഇവിടെ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഒക്കെ ഒരുമിച്ചാണ് പോയിരുന്നത്. കാരണം ഇനി മുന്നോട്ട് കുസ്മ റിന്യൂവൽ, അതായത് നോർത്ത് അമേരിക്കൻ ട്രേഡ് എഗ്രിമെന്റ് റിന്യൂവൽ കാര്യങ്ങളൊക്കെ വരികയാണ്. അത് ജൂലൈയിലാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് അതിൽ നിന്ന് വാക്ക് അവേ ചെയ്യുമോ എന്ന് പലരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെക്സിക്കോ, കാനഡ, US ബന്ധങ്ങളൊക്കെ എങ്ങനെ പോകുമെന്നതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ചർച്ചകളൊക്കെ ഇപ്പോൾ മരവിച്ച് തന്നെ നിൽക്കുകയാണ്. മുന്നോട്ട് കനേഡിയൻ കനോളയുടെ, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ താരിഫ് കാര്യങ്ങളൊക്കെ ചൈന നീക്കം ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാനഡയിലേക്ക് ചൈന ഇറക്കുമതി ചെയ്യുന്ന കാറും ഒരു ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ കാനഡയിൽ ചൈനീസ് കാർ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് 100% ആണ് താരിഫ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ഉണ്ടായ ഒരു നീക്കമാണ്. അത് നീക്കം ചെയ്താൽ മറ്റു കാര്യങ്ങളിൽ അവർ പല ഇളവുകളും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒണ്ടേരിയോയിലുള്ള നിരവധി ഓട്ടോ പ്ലാന്റുകളും അതോടൊപ്പം തന്നെ നമുക്കറിയാം നിരവധി ഓട്ടോ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഇതിനെതിരാണ്. കാരണം അവരുടെ ജോലി ഭീഷണിയിലാകും. കാർ മാനുഫാക്ചറിങ് നടക്കുന്നത് ചൈനയിലാണ്. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കൂടുതൽ കാറുകൾ വിൽപ്പനയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകൾ വിൽപ്പന നടക്കാതെ വരും, വില കുറയും. ഇപ്പോൾ കനേഡിയൻ ഗവൺമെന്റ് പറയുന്ന കാര്യം, ഇവിടെ ചൈനയിൽ നിന്നുള്ള കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇവിടെ കൂടുതൽ കാറുകൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയുന്നു. അതിൻ്റെ ഒരു മറുവശവുമുണ്ട്. ഇനിയുള്ള കാർ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് കൂടുതൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചു, ചൈന ഇവിടെ കാർ ഉൽപാദനം തുടങ്ങിയാലും ആളുകൾക്കൊന്നും ജോലി ലഭിക്കുകയില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പല വാദപ്രതിവാദങ്ങളിൽ കൂടെയും കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാനഡയുടെ നിലനിൽപ്പിന് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾ എന്താവും എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഇവിടുത്തെ ധനകാര്യമന്ത്രി ഡൊമിനിക് ലെബ്ലാങ്ക്, അദ്ദേഹം വാഷിങ്ടണുമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നല്ല പ്രതീക്ഷകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കനേഡിയൻ സിറ്റിസൺഷിപ്പ് റൂളുകളിൽ കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് പുതുതായിട്ട് സിറ്റിസൺഷിപ്പ് നേടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല, പ്രത്യേകിച്ചും ഇവിടെ കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ള കനേഡിയൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ കനേഡിയൻസ് ആയിട്ടുള്ളവർ, അവർ മറ്റു രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്തു. അവിടെ നിന്നാണ് അവർക്ക് മറ്റു കുട്ടികൾ ഉണ്ടായത് എങ്കിൽ അവർക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് നേടുന്നതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒരു 2009 വന്ന ഒരു അമെൻമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തുണ്ടായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ ആസ് ഓഫ് ഡിസംബർ 15, 2025 ഈ സമയം മുതൽ പുറത്ത് ജനിച്ചിട്ടുള്ള കുട്ടികൾക്കും കനേഡിയൻ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് cac.gc.ca വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കാനഡയിൽ വിദേശികൾക്ക് വീട് വാങ്ങുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് 2023 ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് മാറ്റുന്നതിനുള്ള പുനഃപരിശോധന നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇവിടെ വരികയും പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സ് കാനഡയിൽ വീട് വാങ്ങുകയും ചെയ്തു. ആയതിനാലാണ് വീടുകളുടെയൊക്കെ വില കണ്ടമാനം ഉയർന്നു പോയത്. എന്നാൽ അതൊന്ന് കർബ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ 2024 കൊണ്ടുവരികയും അത് തുടരുകയുമാണ്. ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഭവന വിപണിയിൽ പ്രത്യേകിച്ചും പുതിയ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നടത്തുമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകളിൽ പറയുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള ഫോളോ അപ്പ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മുന്നോട്ട് തരുന്നതാണ്. എന്നാൽ ഇപ്പോൾ വിദേശത്ത് നിന്നുള്ളവർക്ക്, പ്രത്യേകിച്ചും ടെമ്പററി റെസിഡൻസ് ആയിട്ടുള്ളവർക്ക് ഇവിടെ വീട് വാങ്ങുന്നതിനുള്ള അനുമതിയില്ല. അതിനുവേണ്ടിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ തീർച്ചയായിട്ടും സന്ദർശിക്കാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു
കുടിയേറ്റ വിരുദ്ധ റാലി ഇവിടെ നടക്കുകയുണ്ടായി. നിരവധി ആളുകൾ അതിൽ പങ്കെടുക്കുകയുണ്ടായി. കാനഡ ഫെസ്റ്റ് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് നടത്തിയത്. എന്നാൽ ഇതിനെതിരെ പല ആളുകളും വരികയും അവരെ ആക്രമിക്കുകയും ചെയ്തു. പോലീസിനെ ആക്രമിച്ചു. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നടന്ന ഒരു റാലിയായിരുന്നത്. എന്നാൽ പല അക്രമ സംഭവങ്ങളും അവിടെ അരങ്ങേറുകയുണ്ടായി. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇമിഗ്രേഷൻ എതിരായിട്ടുള്ള പല സംഘടനകളും മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ആളുകളൊക്കെ അസ്വസ്ഥരാണ്. പല അക്രമ സംഭവങ്ങൾ നമ്മൾ മുന്ന് കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാവാം അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോഴും തൊഴിലില്ലായ്മ 6.8 അധികമായിട്ടാണ് ഇപ്പോൾ തൊഴിലില്ലായ്മ നിൽക്കുന്നത്. അതൊക്കെ ഒരു പ്രധാന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ലോകമെമ്പാടും നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഇമിഗ്രേഷന് എതിരായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. ഇതേപ്പറ്റിയുള്ള അപ്ഡേറ്റുകളും നിങ്ങൾക്ക് മുന്നോട്ട് തരുന്നതായിരിക്കും. 2019 വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച നമ്മുടെ ലെഗാറ്റോ സ്കൂൾ ഓഫ് മ്യൂസിക് ഇപ്പോൾ ഒരു പുതിയ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 2025 തന്നെ കാനഡയിലെ ഇജാക്സിലുള്ള മ്യൂസിക് ഫോർ ലൈഫ് എന്ന പ്രൊഫഷണൽ ഓർക്കസ്ട്രയോട് ഒപ്പം അണിചേർന്ന് നമ്മുടെ ഫസ്റ്റ് അരങ്ങേറ്റം ഡീബട്ട് പെർഫോമൻസ് നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. Ages 8 to 14 on the stage today. Come on up, folks. Come in. Please welcome the Legato Youth Street Players. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള വയലിൻ, ചെല്ലോ, വിയോള, പിന്നെ പിയാനോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാനഡയിലെ 2 ലൊക്കേഷൻസിലാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത്. സ്കാബ്രോയിലും ഏജാക്സിലുമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി bijoelcanadianskills.ca നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ legatostrengs.ca വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് CPR ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ റിന്യൂവലോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ ഫോൺ വിളിക്കാവുന്നതാണ് 4163218272. അടുത്തത് നമ്മുടെ മറ്റ് കോഴ്സുകളുണ്ട്. PSW, കമ്മ്യൂണിറ്റി സർവീസ്, പിന്നെ സൈബർ സെക്യൂരിറ്റി, AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ടെക്നിക്കൽ കോഴ്സുകൾ ഒക്കെ അവൈലബിൾ ആണ്. പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്ന PR ഹോൾഡേഴ്സിനോ ഒക്കെ നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നതിന്.
നല്ല നല്ല ജോലികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള നല്ല കരിയർ ഗൈഡൻസ് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇൻ പേഴ്സൺ അപ്പോയിൻമെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്ന നമ്മുടെ സ്കാർബോയിലുള്ള ഓഫീസിൽ വരാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ അപ്പോയിൻമെന്റ്സ് നിങ്ങൾക്ക് നേടാവുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.